ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം 19 സങ്കീർത്തനം അതിൻ്റെ 11, 12 വാക്യങ്ങൾ വായിക്കട്ടെ. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതക രഹിതനുമായിരിക്കും. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് തനിക്ക് വേണ്ടി തന്നെ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ദൈവത്തോട് ഏറ്റുപറയാണ്, ദൈവമേ, എൻ്റെ ഉള്ളിൽ അനേക മറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ട്, സ്വമേധ പാപങ്ങളുണ്ട്. അവയൊക്കെ ഒന്ന് അകറ്റണം. എനിക്കവയെക്കുറിച്ച് വേണ്ട ബോധ്യമില്ല. എനിക്കവയെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും പലപ്പോഴും കഴിയാറില്ല. എന്നാൽ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവൻ അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവൻ്റെ മുൻപിൽ സകലവും നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവന് മറിഞ്ഞിരിക്കുന്നത് യാതൊന്നുമില്ല. അതുകൊണ്ട് അത് മോചിക്കുവാൻ തക്കവണ്ണം ആ തെറ്റുകളെക്കുറിച്ചുള്ള അതിനെ ഗ്രഹിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ദാവീദ് വളരെ വാഞ്ചയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് പറയുന്നുണ്ട്, അവ എൻ്റെ മേൽ വാഴുവാനിടയാകരുത്. പലപ്പോഴും ഈ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. പൗലോസ് അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. ഇച്ഛിക്കരുതാത്ത തിന്മ ഞാൻ ചെയ്തുകൊണ്ട് ഇച്ഛിക്കുന്ന നന്മ ചെയ്യുവാൻ കഴിയാതെ വണ്ണം പാപപ്രകൃതിക്ക്, പാപപ്രമാണത്തിന് എൻ്റെ ജഡം അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ. എന്നാൽ അവയെ എന്നിൽ നിന്ന് അകറ്റുവാൻ, ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നാബാലിനെ ഒടുക്കിക്കളയുവാനായിട്ട് ദാവീദ് തീരുമാനിച്ച് അവിടേക്ക് ചെന്നപ്പോൾ അബീഗയിലിൻ്റെ ബുദ്ധിപൂർവവും വിവേകത്തോടും കൂടി ഇടപെടൽ നിമിത്തമായിട്ട് ദൈവം അതിനെ തടുത്തു. അപ്പോൾ പറയുന്നത്, അബീഗയിൽ ദാവീദിനോട് പറയുന്നത് ഇങ്ങനെയാണ്, ദോഷം ചെയ്യാതെ വണ്ണം യഹോവ ഇന്ന് നിന്നെ തടുത്തു. ദൈവം അങ്ങനെയുള്ള കാര്യങ്ങളെ, പാപം ചെയ്യാതെ വണ്ണം നമ്മെ പലപ്പോഴും കാക്കുന്നു. ആ സാഹചര്യങ്ങളെ ഒഴിവാക്കി കളയുന്ന ഒരു അവസ്ഥ ദാവീദിൻ്റെ ജീവിതത്തിൽ അവനത് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞു. ദൈവം തെറ്റുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതായ അനുഭവം, മറ്റുള്ളവർക്ക് നേരെ അതിക്രമവും അന്യായവും ചെയ്യാതെ വണ്ണം നമ്മുടെ ഉള്ളിൽ സത്യത്തെയും നീതിയെയും കുറിച്ചുള്ള ബോധ്യം തന്ന് ദോഷകരമായ വാളിങ്കൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു വലിയ ദൈവകൃപ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ മന്ദസ്വരത്തിന് നാം എത്രമാത്രം ചെവി കൊടുക്കുവാൻ തയ്യാറുള്ളവനാണ്. അതോടൊപ്പം തന്നെ നമ്മിൽ വന്നുപോയ കുറവുകളെ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയണമെന്നുള്ളതും ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന് 1 യോഹന്നാൻ 1-ാം വാക്യം കൂടെ വായിക്കട്ടെ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാവുന്നു. നാം പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന, പാപത്തിന് അധീനമായ ഒരു ശരീരത്തിൽ ജീവിക്കുമ്പോൾ, പലപ്പോഴും പാപം നമ്മെ അടിമപ്പെടുത്തി കഴിയുമ്പോൾ ദൈവമുൻപാകെ അതിനെ ഗ്രഹിച്ചിട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനോട് അത് ഏറ്റുപറയും. കർത്താവേ, എൻ്റെ അകൃത്യങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളെ നീക്കണമേ എന്ന് പറയുമ്പോൾ ആ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ, ദൈവത്തിൻ്റെ കൃപയിൽ അവൻ നമ്മോട് ക്ഷമിക്കും, നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിക്കും. യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ മേൽ കണക്കിട്ട് നമ്മെയും നീതിമാന്മാരാക്കി തീർക്കുന്ന ആ ദൈവകൃപ, അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമ്മുടെ പാപങ്ങളുമായിട്ട്, നമ്മുടെ കുറവുകളുമായിട്ട് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് അവയെ ഏറ്റുപറയുവാൻ ദൈവം നമുക്ക് അവസരം, സാഹചര്യം ഒക്കെ നൽകിയിട്ടുണ്ട്. അതിന് നാം വിധേയപ്പെട്ട് ദൈവകൃപയിൽ
ദൈവവിശുദ്ധിക്ക് അനുസൃതമായ രീതിയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ. ഗോഡ് ബ്ലസ് യു.